ആക്കി തീർക്കുന്ന ആ ദൈവകരങ്ങളിലേക്ക് ആശ്രയിച്ച് നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനകളോടെ ആയിരിക്കാം. असंभव की बात संभव करने वाला मसीह हमारा साथ है, उन्हीं की ओर हम देखें. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോട് കൂടെ ഇരുന്ന് നമ്മോട് സംസാരിക്കുകയും നമ്മോട് ഇടപെടുകയും ചെയ്തതായ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുവാൻ ശക്തനാണ്. बीते दिनों में हमारा साथ बात किया हुआ वो मसीह की आत्मा आज भी हमारा साथ वार्तालाप करने के लिए हम तैयारी के साथ बैठ जाए. ആമേ, നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ആമേ ദൈവം എപ്പോഴും ഒരുക്കമായിരിക്കുമ്പോൾ ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു തരും. वही परमेश्वर हमारा बीच में आश्चर्य काम करेंगे, जो आश्चर्य काम देखते हुए मसीह की महिमा पाने के लिए तैयारी के साथ बैठ जाए. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു തിരുവചന ഭാഗം വായിക്കാം. സദൃശവാക്യങ്ങൾ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. और चंदुबात वचन हम पढ़ेंगे इसी के लिए नीति वचन 3रा अध्याय की पहले पद से लेकर. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതിന്റെ 1-ാം വാക്യം, സദൃശവാക്യം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: മകനെ, എന്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. नीति वचन 3रा अध्याय प्रथम पद में यही वचन दिया है, मेरा पुत्र मेरी शिक्षा की ना भूलना, अपने हृदय में मेरा आज्ञाओं को रखे रहना. ആമേൻ. ഇവിടെ പറയുന്നത് ഉപദേശം, ദൈവത്തിന്റെ ഉപദേശം ഒന്നും മറന്നു കളയരുത്. और यहोवा परमेश्वर से आता है वो शिक्षा भूल नहीं जाना. എന്നിട്ട് പറയുന്നത് ആമേൻ, അത് മറക്കാതിരിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ എന്റെ കൽപ്പനകളെ നീ കാത്തോളും. नहीं भूलने के लिए तूने करना विधि यही है, हृदय में मेरी आज्ञाओं को रखे रहना. അപ്പോ ദൈവത്തിന്റെ ആ കൽപ്പനകൾ, ദൈവത്തിന്റെ ആജ്ഞകൾ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഉപദേശം ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. यहोवा परमेश्वर की आज्ञा हमारा हृदय के अंदर छापा गया है तो हमारा परमेश्वर का उपदेश ना भूलेगा. അപ്പോ ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ നാം ദൈവത്തിന്റെ ഉപദേശങ്ങളെ മറക്കുവാൻ സാധ്യതയുണ്ട്. यहोवा की आज्ञा हमारा हृदय में नहीं है तो परमेश्वर की सामर्थ्य शक्ति से हम रहित रहेंगे. കാരണം ദൈവം നമുക്ക് നൽകി തരുന്നതായിട്ടുള്ള നന്മകളെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ മറ്റ് പലതും നമുക്ക് വിട്ടുകളയാൻ കഴിയും. परमेश्वर की आज्ञा वाणी हमारा हृदय के अंदर छापा गया तो कई प्रकार की अल्लू पल्लू बात हमारे में से हट जाते हैं. ഇല്ല എങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ ഉപദേശം നാം മറന്നു കളയാൻ സാധ്യതയുണ്ട്. कई प्रकार की शोक विनाश नाश की बात हमारा हृदय में आएगा तो प्रभु की आज्ञा हमारे में से चले जाते हैं. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ, ചില ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ നാം ദൈവത്തിന്റെ ഈ ഉപദേശം മറന്നു പോകാറുണ്ട്. हमारा जिंदगी में कई प्रकार की अन्य चिंता अन्य विचारों हमारा हृदय में आएगा तो प्रभु परमेश्वर के उपदेश हमारे में से हट जाते हैं, खो जाते हैं. അങ്ങനെ ദൈവത്തിന്റെ ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറന്നു പോകുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് നാം മറ്റു പലതിലേക്കും നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. हमारा मसीह ने हमारा जीवन में दिया गया है, जो आज्ञा हमारे में से हट जाते हैं तब कई प्रकार की भी नाना प्रकार की बुराई की हाल हमारा जीवन में आते रहते हैं. ആ സമയങ്ങളിൽ മനുഷ്യർ അവർക്ക് തോന്നുന്നതായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം ചില തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. हमारा हृदय बदल गया तब अपना मन की लालसाओं में जो विचार आते हैं, जो विचार के आधार पर लोग आगे जाते हैं. അങ്ങനെ തെറ്റായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ചിലര് ജീവിതം തന്നെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. वो ही मनुष्य के हृदय में उल्लंघन की
बिना आज्ञा को छोड़ देते हैं। इसी कारण में और अपने आप को नाश करने के लिए लोग तड़पते हैं। കഴിഞ്ഞ ദിവസം ആമേൻ ഒരു കത്തോലിക്ക ഫാദറായിരുന്ന ഒരു വ്യക്തി ഇങ്ങനെ പറയാൻ ഇടയായി, അനേകം ഫാദർമാര് ആത്മഹത്യ ചെയ്യുന്നു, പാസ്റ്റർമാർ, ദൈവമക്കളും ദൈവദാസന്മാർ വരെ ആത്മഹത്യ ചെയ്യുന്നു. बीते दिनों में रोमन कैथोलिक की एक फादर के साथ व्यवहार की बातचीत किया, तब वो फादर ने ऐसे कहा है, रोमन कैथोलिक वालों के बीच में भी कई पादरियों ने आत्महत्या करता है और पास्टरों करते हैं। हाल क्या है, कारण क्या है? ആമേൻ. ദൈവത്തിന്റെ ഉപദേശം മറന്നു പോകുമ്പോൾ, ദൈവകൽപ്പനകൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ അവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. परमेश्वर की आज्ञाकारी बनने के लिए हो नहीं सकता है, अपने आप का चिंता में जाते हैं। इसी कारण में ऐसा हाल होता है। കാരണം ആ ദൈവിക ഉപദേശങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറുമ്പോൾ പൈശാചികമായ ചിന്തകൾ അവരുടെ ഉള്ളിൽ കയറി വരും. कारण यही है, परमेश्वर की चिंता कल्पना हमारे हृदय से हट जाते हैं, मानुषिक तौर पर शैतान लाते हैं, वो उपदेश में फंस जाते हैं। അതെ, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തന്നെ പറയാറുണ്ട്, ഞാൻ എടുത്ത തീരുമാനം തെറ്റായി പോയോ, ഞാൻ ചിന്തിച്ചത് തെറ്റായി പോയോ, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നോ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? कई प्रकार कई समय अपने आप को सोच मन विचार करते हैं, करना है। हमारा मसीह के साथ एक नियम, एक वाचा बांधा था, उसमें से हट गया, रहते हैं, सोचने का समय है। കാരണം കർത്താവ് നമുക്ക് നൽകി തന്നതായ ഉപദേശം, ആ ദൈവിക വചനം കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആമേ പിശാചിന്റെ ചില ഉപദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്നത്. कारण मसीह ने हमारे जीवन में दिया हुआ उपदेश को काट डालकर मानव जाति की मन मर्जी से मन भावनी में जाते हैं। इसी कारण में महिमा से रहित होते हैं। അപ്പോൾ നാം ചിന്തിക്കുന്നത്, ആമേ എന്റെ പ്രാർത്ഥന എന്തുകൊണ്ട് കർത്താവ് കേട്ടില്ല, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ വിഷയങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ള ചിന്തകൾ പിശാച് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടിടും. शैतान हमारे में घुस जाते हैं, चिंता कल्पनाएं लाते हैं, तो हमारा मन भावने के आधार पर जीने के लिए अवसर नहीं होते हैं और संसार की रीति पर हम जीने देते हैं। അപ്പോൾ ആമേ നമുക്ക് എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥന മാത്രം എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് കടന്നു പോകും. मेरा मन में, मेरा जिंदगी में एक चिंता कल्पनाएं थे जो आधार पर जा नहीं सकते हैं, मेरे में कुछ भर वर्ग नहीं बढ़ते हैं। अन्य चिंताओं हमारा जीवन में आते हैं, वो आधार पर जीते हैं। ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് ആമേൻ അനേകർ മരണത്തിലേക്ക് തങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. आज्ञा में उल्लंघन होते हैं, निराशा में पड़ते हैं, तब कई प्रकार की आज्ञाओं में से रहित होते हैं। കാരണം ബൈബിളിൽ തന്നെ അങ്ങനെയുള്ള ചരിത്രങ്ങൾ ആമേൻ ദൈവവചനം നമ്മോട് വിളിച്ചു പറയുന്നു. അവരുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്തത്. और बाइबल में भी ये बात दिया गया है, अपना लालसाओं में जा नहीं सकते हैं, ऐसी चिंताओं में कई लोग फांसी बांधा है। അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ നമുക്ക് തെറ്റായ മാർഗത്തിൽ കടന്നു പോകാൻ കഴിയത്തില്ല. मानो के ये वचन मसीह की वचन के आधार पर जाएगा तो, और दुनियादारी बात हमारा जीवन में आकर वो बातों को ढांप नहीं सकते हैं। അപ്പോ ആമേ ദൈവത്തിന്റെ വചനം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും പിശാചിന് അടിമപ്പെടുകയോ തെറ്റായ വിഷയങ്ങളിലേക്ക് കടന്നു പോകുകയോ ചെയ്യുവാൻ കഴിയില്ല. और मसीह की आज्ञाओं वो शिक्षक में रहेगा तो दुनियादारी बात मन में आकर हमारे परमेश्वर से रहित हो नहीं सकते हैं। കാരണം ചില വിഷയങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് മറുപടി ലഭിച്ചില്ലെന്നോ, അല്ലെങ്കിൽ ചില വിഷയങ്ങൾ നടക്കുന്നില്ലോ എന്നോ ചിന്തിച്ച് ഭാരപ്പെടുവാൻ കഴിയത്തില്ല.
ये बात प्रभु की ओर हमें रखा था, जो संपूर्णता में आया नहीं, आता नहीं, ऐसी कल्पना हमारे जीवन में आएगा भी नहीं। അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണമാണ് അബ്രഹാമിനെ കുറിച്ച് ദൈവവചനം പറയുന്നത്. अधिश्रेष्ठ शीर्ष में एक नमूना दिखाया है इब्राहिम की हाल जिंदगी। കാരണം അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറാൻ താമസിക്കും തോറും വചനം പറയുന്നത് അവൻ വിശ്വാസത്തിൽ പിന്നെയും ബലപ്പെട്ടു വന്നു. प्रभु ने एक वायदा इब्राहिम के साथ किया, बादशाह बांधा था, वो बादशाह आने के लिए देरी लगता है और इब्राहिम ने विश्वास में अटल रहने के कारण बनते हैं। കാരണം അബ്രഹാമിന് അറിയാം എന്നോട് ദൈവമാണ് സംസാരിച്ചത്, അത് ദൈവം പൂർത്തീകരിക്കാൻ ശക്തനാണ്. इब्राहिम को ये बात जानता है कि प्रभु यहोवा परमेश्वर ने एक वाचा बांधा है, वो समय पर, निर्धारित समय पर पूरा हो जाएगा। അതുകൊണ്ട് താൻ അത് ദൈവത്തിൽ ആശ്രയം വെച്ച് വിശ്വസിച്ചു, ദൈവം അവന് അത് നീതിയായി കണക്കിട്ടു. इसी कारण में वो आज्ञा को अपनाया, ग्रहण किया और स्वयं अपने लिए लिया। इसी कारण में पूर्णता में आया है। മാത്രം അതേ പാരമ്പര്യം നമുക്ക് തുടർന്നും കാണുവാൻ കഴിയും. उसके परंपरागत कैसे होते हैं वो हमको देख सकते हैं। അതെ, നമ്മൾ ജോസഫിന്റെ ജീവചരിത്രം ഒന്ന് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും. उसके पोता है यूसुफ के बारे में हम देखेगा तो कितने विश्वास इब्राहिम में आया, वो इब्राहिम की विश्वास यूसुफ लाया है। കാരണം ആമേൻ ജോസഫിന് ദൈവം കൊടുത്തതായിട്ടുള്ള 2 സ്വപ്നം ഉണ്ടായിരുന്നു. कारण यही है, यूसुफ को 2 स्वप्न दिखाया था। അവൻ അതിൽ വിശ്വസിച്ചു, ദൈവം അവന്റെ ജീവിതത്തിൽ അത് പ്രവർത്തിപ്പാൻ ഇടയായി. वो यूसुफ ने जो उसी में विश्वास रखा, स्थिर रहा, प्रभु की आज्ञा मिलने तक उन्होंने जागते ही रहा। മാത്രമല്ല ഈ ജോസഫിന്റെ ജനനം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. यूसुफ के जन्म के बारे में जान चलेगा तो उसमें भी, वहां पर भी कुछ बात देख सकते हैं। ആ ജോസഫിന്റെ ജനനത്തോട് കൂടെ തന്നെ അവന്റെ പിതാവായ യാക്കോബ് ചില തീരുമാനങ്ങൾ എടുക്കുന്നത് കാണാൻ കഴിയും. यूसुफ जन्मा, उसके बाद में इनका पिताजी याकूब ने कुछ निर्णय बात ली। കാരണം ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. उत्पत्ति नबी की पुस्तक 30वां अध्याय में आएगा, वहां पर हमको चंद बात देख सकते हैं। അവിടെ പറയുന്നത് റാഹേൽ യോസെഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട് ഞാൻ എന്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണമെന്ന് ഒരു അപേക്ഷ കൊടുക്കുന്നത് കാണുവാൻ കഴിയും. പക്ഷേ വാക്യം ഒന്നോടൊന്ന് പറഞ്ഞ് 30:25 30वां अध्याय 25वां पद में ये वचन दिया है, ये जब राहेल से यूसुफ उत्पन्न हुआ तब याकूब ने लाबान से कहा, मुझे विदा करके मैं अपने देश और स्थान को जाऊं। മാത്രമല്ല യാക്കോബ് ലാബാനോട് പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്, ഇനി എന്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്നുള്ള ഒരു ചിന്ത അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. याकूब ने उनके सास लाबान की ओर कहने लगा, अपना घर खानदानों के लिए क्या कुछ कभी कमाऊंगा। അതെ, അവൻ 30-ാം വാക്യത്തിൽ അവൻ പറയുന്നുണ്ട്, ആമേൻ, ഞാൻ വരും മുമ്പ് നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു, ഞാൻ കാലുവെച്ചിടത്തൊക്കെ യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഇനി എന്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും. और उसका 30वां पद में ये वचन दिया, मेरे आने से पहले वे कितने थे और अब कितने हो गए हैं, और यहोवा ने मेरा आने पर तुझे आशीष दी है, पर मैं अपने घर का काम कब करने पाऊंगा। ഒന്ന് നോക്കിയേ,
അവൻ ഇത്രയും വർഷം ലാബാന്റെ വീട്ടിൽ താമസിച്ചു, അവൻ ഇത്രയും മക്കളൊക്കെ ജനിച്ചു. പക്ഷെ ജോസഫിന്റെ ജനനത്തോടുകൂടെ അവൻ ഒരു തീരുമാനം എടുക്കുവാൻ ശ്രമിക്കുന്നു. तो याकूब ने लाबान के घर में इतने वर्ष तक रहा, विवाह हुई, बाल बच्चों जन्म हुई, लेकिन यूसुफ की जन्म के बारे में लाबान ने याकूब ने एक बात निर्णय ली है. അത് കഴിഞ്ഞ 14 വർഷങ്ങളായി അവൻ മറന്നതായ ഒരു വിഷയം അവന്റെ ജീവിതത്തിൽ ഓർമ്മിച്ചത് ജോസഫിന്റെ ജനനത്തോടെ. 14 वर्ष की पगले यहोवा ने स्वप्न की ओर दिखाया, जो बात यूसुफ जन्मने की बात में स्मरण आया. അപ്പോ ചില വ്യക്തികളുടെ വരവും ചില വ്യക്തികളുടെ ജനനവും മറ്റു ചിലരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. भले हो बुरे हो, कई लोगों की जन्म के बारे में बाद में कई निर्णय होना लेना उसी समय आते हैं. മാത്രമല്ല അതിന്റെ 43-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്നത് അവൻ വലിയ മഹാസമ്പന്നനായി തീർന്നു. और 43वां पद में ये वचन दिया है, इस प्रकार वह पुरुष अत्यंत धनवान हो गया. നോക്കിയേ, ജോസഫ് വന്നതിന് ശേഷം അവന്റെ ജീവിതത്തിൽ അവനെടുത്ത തീരുമാനങ്ങളും അതോടൊപ്പം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ നന്മകളും അനുഗ്രഹങ്ങളും. यूसुफ जन्मने की बाद में याकूब के जीवन में इतने फेरफार हुआ, धनवान बन गया, जीवन में एक निर्णय की बात पर लाया है. അപ്പോ ജോസഫ് യാക്കോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നത് വലിയൊരു അനുഗ്രഹമായി മാറി. यूसुफ जन्मा याकूब का जीवन में एक बदलाहट की रूपी बन गया. അവിടെ ജോസഫ് എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, ജോസഫിന്റെ ജനനം തന്നെ യാക്കോബിനെ ഒരു ഓർമ്മപ്പെടുത്തലായി മാറി. यूसुफ के जन्म के बारे में पुराना समय यहोवा ने उनका साथ बातचीत किया, जो बात में एक निर्णय में ला सकता था. എന്നാൽ നമുക്ക് ജോസഫിന്റെ ചരിത്രം ഒന്ന് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. यूसुफ के इतिहास के बारे में पढ़ेगा तो हम मालूम पड़ते हैं. ഈ ജോസഫിനെ സഹോദരങ്ങളും അപ്പൻ പോലും മറന്നുപോയ ഒരു സമയം ഉണ്ടായിരുന്നു. ये यूसुफ ने भाइयों और पिताजी भी त्याग किए है. അത് മറക്കുവാനുള്ള കാരണം അപ്പൻ വിചാരിച്ചിരിക്കുന്നത് ജോസഫ് മരിച്ചുപോയെന്ന്. इसके कारण यही है, पिताजी याकूब ने स्मरण रखा, याद रखते हैं यूसुफ मर चुका है. ആ സഹോദരങ്ങളും വിചാരിച്ചത് ജോസഫ് മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, കാരണം ഞങ്ങൾ അവനെ വിറ്റ് കളഞ്ഞതാണ്. भाइयों भी मन में ये लगता है यूसुफ मर गया होगा, हम यूसुफ को बिक्री किया है. അതുകൊണ്ട് ജോസഫിന്റെ ചരിത്രം തന്നെ അവിടെ മറന്നു പോകാനിടയായി. यूसुफ के इतिहास वहां पर भूल गई है. എന്നാൽ ആ മറന്നുപോയ കാര്യങ്ങളെ വീണ്ടും ജോസഫ് അവർക്ക് ഓർമ്മപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. वो भूला हुआ बात यूसुफ ने उनको स्मरण में लाया है. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ജോസഫ് എല്ലാവരെയും മറന്നത് ഓർമ്മപ്പെടുത്തുന്ന ഒരു വ്യക്തിയായി തീർന്നു. यूसुफ के बारे में मैं एक बात स्मरण रखते कहता है, यूसुफ सब भूल गए हुए बात स्मरण में लाना हुआ व्यक्ति है. അതെ, പ്രൈസലോട് അപ്പൻ മറന്നതായ സമയത്ത് അപ്പനെ അവന്റെ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. पिताजी ने भूल गया हुआ बात यूसुफ ने स्मरण में लाया है. അവന്റെ സഹോദരങ്ങൾ അവനെ മറന്നുപോയി, പക്ഷെ അവരുടെ ഓർമ്മയിലേക്ക് ജോസഫ് അവനെ കൊണ്ടുവന്നു. भाइयों को भूल गया है, लेकिन यूसुफ ने भाइयों को स्मरण दिलाया है. അപ്പോ ജോസഫ് മറ്റുള്ളവർ മറന്നതായ വിഷയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതിനെ ഓർമ്മപ്പെടുത്തുകയും പശ്ചാത്താപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരവസ്ഥയായി തീർന്നു ജോസഫ്. स्मरण रखे, भूल गया हुआ, त्याग किया हुआ कई बात यूसुफ ने स्मरण में लाते हैं. നമ്മുടെ ദൈവവചനം പറയുന്നത് മറക്കരുത്, നിങ്ങൾ അത് ഓർത്തിരിക്കണം. परमेश्वर की चेतावनी यही देता है,
परमेश्वर ने हमारे में कुछ भलाई काम किया तो भूलना नहीं, स्मरण रखना। പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസ് യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുവാനിടയായി. पतरोस की जिंदगी में यीशु मसीह को इनकार किया, त्याग किया। പക്ഷെ ആ പത്രോസ് തള്ളിപ്പറഞ്ഞിട്ട് പത്രോസിനെ അത് ഓർമ്മപ്പെടുത്തിയത് കർത്താവിന്റെ ഒരു നോട്ടം. पतरोस ने, प्रेरित पतरोस ने भूल गया हुआ बात स्मरण दिलाया। यीशु मसीह पतरोस की ओर एक दृष्टि लगाया। അത് യേശു പത്രോസിനെ നോക്കിയപ്പോൾ അവന്റെ ഹൃദയത്തിൽ പശ്ചാത്താപം ഉണ്ടായി. അവൻ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു എന്ന് തിരുവചനം പറഞ്ഞു. मसीहा यीशु ने पतरोस की ओर दृष्टि लगाया, तब पतरोस को स्मरण आया। पतरोस बाहर जाकर गिड़गिड़ाहट रोने पड़ा है। പത്രോസെ, നീ ചെയ്തത് തെറ്റായി പോയെന്ന് അവനോട് പറയുവാനോ അവനെ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുവാനോ അവനോട് സംസാരിക്കാനോ അവിടെ ആരുമില്ലായിരുന്നു. हे पतरोस, तो किया हुआ बात गलत है, ठीक दीदी पर आगे आओ। वो बात स्मरण दिलाने के लिए वहां पर कोई है नहीं था। എന്നാൽ ആമയെ കോഴി കൂവിയ സമയത്ത് അവൻ യേശുവിന്റെ വാക്ക് ഓർക്കുവാനിടയായി തീർന്നു. मुर्गा पंगा मारा, तब पतरोस ने यीशु मसीह बताया वाक स्मरण में आया। ആ സമയത്ത് യേശു പത്രോസിനെ നോക്കുകയും പത്രോസ് യേശുവിനെ നോക്കുകയും ചെയ്തു. उसी घड़ी में पतरोस यीशु की ओर दृष्टि लगाया, यीशु पतरोस की ओर भी दृष्टि लगाया। ആ യേശുവിന്റെ നോട്ടം പത്രോസിനെ പശ്ചാത്താപത്താൽ ആമേൻ അവന്റെ ജീവിതം മാറ്റിമറിക്കുവാനിടയായി തീർന്നു. जो पतरोस की, मसीह की दृष्टि पतरोस पर आया, पश्चाताप किया, उनका जिंदगी को बदलाहट में आया। ആമേൻ. ചില മണിക്കൂറുകൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞതുപോലും അവൻ മറന്നുപോയി. कुछ घंटे की पहले मसीह ने कहा वो ही बात भी भूल गई है। അത് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല വിഷയങ്ങളും നമ്മൾ മറന്നു പോകാറുണ്ട്. हमारा जिंदगी में भी अनेक बात, शब्द हम भी भूल जाते हैं। അതിന്റെ കാരണം ദൈവത്തിന്റെ വചനം നമ്മൾ കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ടാണ് ആമേൻ സംഭവിക്കുന്നത്. इसके कारण यही है, हम परमेश्वर की चेतावनी, वाणी, वचन अपनाया, ग्रहण करके रखा नहीं है, इसी कारण में होता है। അത് ആമേൻ. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൽ വരാം. ജോസഫിനെ സഹോദരങ്ങൾ മറന്നു, പക്ഷേ ജോസഫ് അവരെ മറന്നില്ല. यूसुफ को भाइयों ने भूल गया, लेकिन यूसुफ भाइयों को भूला नहीं है। കാരണം ജോസഫിനെ ഉപദ്രവിച്ചത് സഹോദരങ്ങളാണ്. कारण यही है, यूसुफ को गर्दिश किया, इसका मतलब उपद्रव किया, यूसुफ की भाइयों हैं। പക്ഷെ ആ ഉപദ്രവിച്ചവർ അതെല്ലാം മറന്നുപോയി. അവർ ചെയ്തതായ പ്രവൃത്തികളെല്ലാം മറന്നുപോയി. उपद्रव किए हुए भाइयों ने सब भूल गया। പലപ്പോഴും അങ്ങനെയാ ആമേൻ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞതും നമ്മൾ ചെയ്തതും നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ മറന്നു വരാം. हमारा जिंदगी में भी है हाल होता है, हम किया है, बोला है, सब कुछ बात हम भूल जाते हैं। പക്ഷേ അത് അനുഭവിക്കുന്ന വ്യക്തി അത് പെട്ടെന്ന് മറന്നു പോകണമെന്ന് നിർബന്ധമില്ല. और जो अनुभव किया है, करता है, वो व्यक्ति हर समय भूलने का कारण नहीं है। കാരണം ഒരു വ്യക്തി ഇങ്ങനെ പറയുവാനിടയായി, നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ സമുദ്രത്തിലേക്ക് എറിഞ്ഞ കല്ലുകൾ പോലെയാണ്. एक ज्ञानी ने ऐसी कहा है, हमारे मुख से निकलते हुए शब्द, वचन समुद्र में डालता हुआ पत्थर की नहीं है। അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിങ്ങൾ ആമേൻ കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവുമുള്ളവരായി തീരുക. इसी कारण में वचन चेतावनी देता है, सुनने के लिए जल्दी और जवाब देने के लिए देरी। കാരണം നമ്മൾ പറയുന്ന വാക്കുകൾ അത് എത്രത്തോളം മൂർച്ചയുള്ളതെന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ കഴിയത്തില്ല. और हमारा मुंह से निकलते हुए जो शब्द इतने तलवार की नहीं है। എന്ന് പറഞ്ഞാൽ ആമേ സമുദ്രത്തിലേക്ക് ഒരു കല്ലെടുത്തെറിയുമ്പോൾ समुद्र की ओर एक पत्थर फेंक जाते हैं, ആ കല്ല് എത്ര ആഴത്തിലേക്ക് പോകുമെന്നോ അത് എങ്ങനെ പോകുമെന്നോ ആ എറിയുന്ന വ്യക്തിക്ക് മനസ്സിലാകത്തില്ല.
ये पत्थर समुद्र में डालते हैं, जो कितने दूर तक जाते हैं, कैसे होते हैं, पत्थरवाह करने वालों को मालूम नहीं होता है। അതുപോലെ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ മറ്റൊരു വ്യക്തിക്ക് എത്രത്തോളം അത് മുറിപ്പെടുത്തും, എത്ര അത് ആഴത്തിലേക്ക് പോകുമെന്ന് അത് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. हमारे मुंह से एक शब्द बाहर गया एक व्यक्ति की ओर, जो इसका तीर की नाई है, उसकी और तेज कैसे होते हैं हमको नहीं मालूम पड़ते हैं। അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ആഴം മനസ്സിലാകത്തുള്ളൂ. जो अनुभव के है, अनुभव है, जो अनुभव करने वालों को उनका गहराई कितना है मालूम पड़ते हैं। പ്രീസലോട് ഒരിക്കൽ ഒരു ദൈവദാസനുമായിട്ടുള്ള ഒരു വ്യവഹാരത്തിൽ അദ്ദേഹം പറഞ്ഞതായ ഒരു വാക്കുണ്ടായിരുന്നു. एक बार एक परमेश्वर के दास के और एक व्यवहार किया, तब वो दास ने कहा हुआ एक बात स्मरण में आया। അദ്ദേഹം പറഞ്ഞത് ആ സംഭവം നടന്ന ചില ദിവസങ്ങളായി അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ അത് വിട്ടുകളഞ്ഞില്ലേ, ഞാനത് വിട്ടുകളഞ്ഞു. तब वही ने कहा है, ये पास्टर ये बात छोड़ा नहीं है, मैं छोड़ दिया है। എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയാണ് എനിക്ക് വിരോധമായിട്ട് സംസാരിച്ചതും പ്രവർത്തിച്ചതും, പക്ഷെ അദ്ദേഹം പറയാ ഞാനത് മറന്നു, പാസ്റ്റർ അത് വിട്ടില്ലോ. वो व्यक्ति की बदलाहट डाला, गुना बात किया हुआ वो व्यक्ति भूल गया, लेकिन सहजा हुआ व्यक्ति भूला नहीं है। എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കത്തിയെടുത്ത് ഒരു വ്യക്തിയെ കുത്തിയിട്ട് ഞാൻ കുത്തി അതുകൊണ്ട് മറന്നു കളയെന്ന് പറഞ്ഞാൽ ആ കൊണ്ട വ്യക്തിക്ക് അത് അങ്ങനെ മറക്കാൻ പറ്റുമോ? छुरी मारा है एक व्यक्ति, उसमें खाब भरी है, छुरी मारा हुआ व्यक्ति कहते हैं जो मैं भूल गया है, आप नहीं भूला है। കാരണം ഈ ആഘാതം കൊണ്ട് അല്ലെങ്കിൽ ആ മുറിവേറ്റ വ്യക്തിയുടെ ജീവിതത്തിൽ ആ പാട് അത് എപ്പോഴും ഉണ്ടായിരിക്കും. वो खाब से भरा हुआ ये व्यक्ति की जो छोड़ लगा है वो सदा सर्वदा रहते हैं। കാരണം അദ്ദേഹം ചിലപ്പോൾ ആ വേദന മറന്നിരിക്കാം, കുത്തിയ വ്യക്തിയെ മറന്നിരിക്കാം, ആ വ്യക്തിയോട് ക്ഷമിച്ചിരിക്കാം, പക്ഷെ അതിന്റെ അടയാളം അത് അങ്ങനെ തന്നെ ഇരിക്കും. जो छुरी से मारा हुआ व्यक्ति वो भूल गया होगा, वो काम सु गया होगा, ठीक हो गया, लेकिन उसका निशान कभी भी शरीर से हटता नहीं, इसलिए स्मरण रहते हैं। അതെ, ക്ഷമിക്കാൻ പറ്റും, സഹിക്കാൻ പറ്റും, പക്ഷെ ആ അടയാളം അത് ചിലപ്പോൾ അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെയും അത് ഓർമ്മപ്പെടുത്തും. क्षमा किया जाएगा और वेदना निकल जाएगा, लेकिन वो चिन्ह होता है, कभी भी हटेगा नहीं। അതെ, ആ അടയാളത്തിൽ അല്ലെങ്കിൽ ആ ഭാഗത്ത് കൈവയ്ക്കുമ്പോഴോ അത് കാണുമ്പോഴോ ആ വിഷയങ്ങൾ പിന്നെയും അത് ഇങ്ങനെ ഓർത്ത് എടുക്കാൻ കഴിയും. जो चिन्ह निशान वो हाथ रखते हैं तब स्मरण आता है, कभी भी वो बात भूल नहीं सकते हैं। അതാ പറയുന്നത്, നമ്മുടെ വാക്കുകൾ മറ്റൊരു വ്യക്തിയെ ഏത് രീതിയിലാണ് സ്വാധീനിക്കുന്നത്, ഏത് രീതിയിലാണ് ആ വ്യക്തിക്ക് അത് അനുഭവമാകുന്നതെന്ന് നമ്മൾ ഓർത്ത് സംസാരിക്കണം. स्मरण रखे वो रोगी और हम तीर मारते हैं, छरी बात करते हैं, उपद्रव देते हैं, कभी भी वो दुख भरी आ जाएगा। ജോസഫിനെ അത്രത്തോളം അവർ ഉപദ്രവിച്ചു എങ്കിലും ജോസഫ് അത് മനസ്സിൽ സൂക്ഷിക്കുകയോ അവരോട് ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. यूसुफ को अपने भाइयों से कितनी वेदना सहजना पड़ा, वेदना से भरी हुई, यूसुफ भूल गया, लेकिन उनका हृदय के अंदर वेदना के साथ भी साथ है। ജോസഫിനെ ഉപദ്രവിക്കുമ്പോൾ ജോസഫ് ഒരിക്കലും ചോദിച്ചില്ല, സഹോദരങ്ങളെ നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ജോസഫ് ചോദിച്ചില്ല. यूसुफ को भाइयों ने इतनी उपद्रव दी, वेदना दी और ताड़ना दी, यूसुफ ने भाइयों को नहीं पूछा तूने मुझे क्यों क्या कर रहा है। കാരണം നമുക്കറിയാം, ഉൽപ്പത്തി 37 അധ്യായത്തില് ജോസഫിന്റെ ജീവിത ചരിത്രം അങ്ങ് ആരംഭിക്കുകയാണ്. उत्पत्ति नबी के पुस्तक 37वां अध्याय में
यूसुफ के इतिहास शुरू होता है। പിന്നീട് നമ്മൾ കാണുന്നത് അപ്പന്റെ ആജ്ഞപ്രകാരം പോകുന്ന വ്യക്തിക്ക് സംഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ. पिताजी की आज्ञाकारी होकर जाने का समय है। यूसुफ का जीवन में क्या दुख आते हैं वहां पर पाया जाता है। ആമേൻ. അവൻ എന്നേക്കുമായി നശിച്ചു പോകണമെന്ന് ചിന്തിച്ചതായ സഹോദരങ്ങൾക്ക് വേണ്ടി കരുതുന്ന ജോസഫിനെ നമുക്ക് തുടർന്ന് കാണാൻ കഴിയും. नाश करने के लिए, संसार में से हटाने के लिए सोच विचार किए हुए भाइयों के बीच में यूसुफ के काम कैसे हो गया वो दिखा रहा है। കാരണം ഇവൻ മുന്നേറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അതൊരു തടസ്സമാകും, അതുകൊണ്ട് ഇവനെ എന്നേക്കുമായി നശിപ്പിക്കുക എന്ന് സഹോദരങ്ങളുടെ മനസ്സിലൊരു ചിന്ത വന്നു. ये भाइयों का एक निर्णय है, यूसुफ स्वप्न देखने वाला है, हमारा और रहेगा तो हमारा कई बातों को रुकावट रहेगा, इसलिए सदा सर्वदा उनको भूमि में से हटाने के लिए रास्ता खोल दिया है। ഇന്നും ക്രിസ്തീയ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ജോസഫിന്റെ ജീവചരിത്രം. आजकल भी ईसाई नाम है यीशु को ग्रहण पाए हुए लोगों का बीच में ये बात दर्शाता है। കാരണം ഒരു വ്യക്തി അവൻ മുന്നേറുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. एक व्यक्ति आगे बढ़ते हैं औरों को वो समझ नहीं सकते हैं। അപ്പൊ ജോസഫ് മുന്നേറി വരുന്നത് ജോസഫിന്റെ സഹോദരങ്ങൾക്ക് ഇഷ്ടമില്ല. यूसुफ आगे बढ़ते आते हैं, अपने भाइयों को समझ नहीं सकते हैं। എന്നാൽ ജോസഫിനെ ദൈവമാണ് ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ വേറൊരു വ്യക്തിക്കും തടുത്തു നിർത്താൻ കഴിയത്തില്ല. यहोवा परमेश्वर ने यूसुफ को इस्तेमाल करना चाहता है तो उसका रुकावट डालने के लिए कोई किसी को हो नहीं सकता है। അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ദൈവം തെരഞ്ഞെടുത്തവനെ ആർക്ക് ദോഷം ആരോപിക്കാൻ കഴിയും. इसी कारण में मसीह का वचन हमें यही सिखाता है, यहोवा ने चुन लिया हुआ जो व्यक्ति को कुറ്റാരോപിत करने के लिए किसको हो सकता है। അവൻ ദൈവമാണ് അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും അത് തരണം ചെയ്യുവാൻ ദൈവം കൂടെ ഉണ്ടാകും. यहोवा परमेश्वर की ओर उनका चुनौती हो गया तो कोई भटकाने के लिए आएगा तो वो बात वृद्ध रहेंगे, यहोवा ने अपने लोगों को खड़ा करेंगे। നീതിമാന്മാരെന്ന് പറഞ്ഞു നടന്ന സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിൽ ശൂന്യത അനുഭവപ്പെട്ടപ്പോൾ धर्मी है कह कर गए हुए लोगों ने भटके है, लेकिन मसीह में अटल रहने वाला जीत गई है। ജോസഫിന്റെ ചരിത്രം ഒന്ന് നോക്കിയേ, ജോസഫിനെ ഒന്ന് ചിന്തിച്ച് ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. यूसुफ की इतिहास हम देखेगा तो यहोवा परमेश्वर यूसुफ का साथ सदा सर्वदा रहता है। കാരണം ജോസഫിനെ തെരഞ്ഞെടുത്തത് ദൈവമാ, അവനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു, പക്ഷേ സഹോദരങ്ങളോട് കൂടെ ദൈവം ഇല്ലായിരുന്നു. यूसुफ की चुनाहट यहोवा परमेश्वर की ओर से थे, लेकिन भाइयों में उनका साथ नहीं रहा। ജോസഫ് അവർക്ക് വേണ്ടി ചില നന്മകൾ കൊടുത്തു വിട്ടപ്പോൾ പകുതി വഴിയിൽ വെച്ച് സഹോദരങ്ങൾ തമ്മിൽ ജോസഫിനെ കുറിച്ച് ഓർക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. यूसुफ ने कुछ फलदायक चीज वस्तुओं उनका बोरी पर रखा भेजा है, लेकिन उनको भाइयों को समझ नहीं पड़ा है मेरा भाई यूसुफ है। അപ്പോൾ അവർക്ക് യോസഫിനെ കുറിച്ച് ഓർമ്മ വന്നിട്ട് തമ്മിൽ സംസാരിക്കുക, നമ്മൾ ജോസഫിനോട് ചെയ്തതായ ദോഷം ഇന്ന് നമുക്കത് വിരോധമായി കടന്നു വന്നിരിക്കുക. तब यूसुफ के भाइयों ने आपस में कहने लगता है, हमारा भाई यूसुफ के बदले उनका सताने के लिए क्या योजना बनाया, इसका गुना इसकी दोष अपराध हमारा ऊपर चढ़ गया है। അതെ, നമ്മൾ നമ്മുടെ സഹോദരന് വിരോധമായി അന്ന് ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നതെന്ന് അവരെ ഓർമ്മപ്പെടുത്തുവാൻ ജോസഫിന് കഴിഞ്ഞു. यूसुफ अपने स्वयं भाइयों को स्मरण दिलाया। वो भाइयों ने अपने आपस में कहते हैं,
हमारा भाई यूसुफ को विरोध में हम क्या किया है, वो बात कुचारोपित हमारा ऊपर किया करता है। എന്നിട്ടും അവർ മടങ്ങി വന്ന് തന്റെ സഹോദരനോട് തങ്ങൾ ചെയ്തത് പറയുവാനിടയായി തീർന്നില്ല. फिर भी वापस लौट आकर अपने जीवन में याद दिलाया, वो बात वापस आकर कहने नहीं मन लगा। അവർ ആ ജോസഫിനോട് പറയുക, ജോസഫ് എന്നൊരു സഹോദരൻ ഞങ്ങൾക്കുണ്ടായിരുന്നു, അവൻ മരിച്ചുപോയെന്ന്. जो यूसुफ को भाइयों ने कहते हैं, हमारे लिए हमारा एक भाई यूसुफ था, वो मर गई है। അത് ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി പറയുക, നീ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മരിച്ചുപോയി. जिंदा है। जो व्यक्ति की चेहरे की ओर देखते हुए कहते हैं तू मर गई है। അത് ഇന്നും അതുപോലുള്ള അനുഭവങ്ങളല്ലേ പലപ്പോഴും സംഭവിക്കുന്നത്. वो व्यक्ति सहजा हुआ ऐसी बात हमारा जिंदगी में भी हम सहज लेते हैं। ആമേൻ. എന്നാൽ ജോസഫ് അവരോട് അവനെ കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. यूसुफ ने खुल्लम रीति पर प्रकट कर दिया। നിങ്ങളുടെ ജീവിതത്തിൽ മരിച്ചുപോയ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി മാറ്റപ്പെട്ട, നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട അതേ വ്യക്തി തന്നെയാണ് ഞാൻ. यूसुफ ने अपने भाइयों से कहते हैं, तूने त्याग किया, मार डाला और सताने के लिए कोशिश किया, वो ही व्यक्ति यूसुफ में ही हूं। ആ സഹോദരങ്ങളെ ആശ്വസിപ്പിച്ചിട്ട് അപ്പന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുമ്പോൾ ജോസഫ് അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്ക് ഏറ്റവും പ്രധാനമാണ്. जो अपने भाइयों को स्मरण दिलाया, मैं तेरा भाई यूसुफ है, तो याकूब अपना पिताजी को लावो, कुछ शब्द बात उसको स्मरण दिलाकर भेजा है। ആ സഹോദരങ്ങളുടെ സ്വഭാവത്തെ അവിടെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുക, നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾ ശണ്ട കൂടരുത്. यूसुफ की भाइयों को स्वभाव यूसुफ को मालूम है, इसी कारण में याकूब को लेने के लिए जाते हैं और गड़बड़ और शंडा नहीं डालना। കാരണം ജോസഫിന് അറിയാം ഇവർ വഴിയിൽ എപ്പോഴും വഴക്കുണ്ടാക്കുന്നവരാ. यूसुफ को मालूम है भाइयों आपस में लड़ते हैं। അതുകൊണ്ടാണ് പറഞ്ഞു വിടുന്നത്, നിങ്ങൾ വഴിയിൽ വെച്ച് വഴക്കുണ്ടാക്കരുത്, നിങ്ങൾ പോയി അപ്പനെ അറിയിക്കുക, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. तू रास्ता में जाने का समय में आपस में लड़ना नहीं, मैं जिंदा है, जो बात जाकर यूसुफ के पिताजी को कह रहे। അതെ, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു എന്ന് കരുതിയ അല്ലെങ്കിൽ എന്നേക്കുമായി തീർന്നു എന്ന് കരുതിയ ഒരു ചരിത്രം വീണ്ടും അവിടെ ആരംഭിക്കുക. और वर्षों की पगने मर गया है, जो वाणी आया दिया, जो व्यक्ति जिंदा है, ये बात भाइयों कह रहा है। ആമേൻ. ആ സഹോദരങ്ങൾ മറക്കുവാനുള്ള കാരണം അവർ ഉപദേശം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയത്തിലില്ലായിരുന്നു. जो लोगों ने भूलने की कारण यही है, परमेश्वर की आज्ञा उनका हृदय में है नहीं था। ഇന്ന് പകൽക്കാലവും ദൈവാത്മാവ് നമ്മോട് പറയുന്നത്, മകനെ എന്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ എന്ന്. आज सुबह के वक्त चेतावनी देता हूं, ये बेटा मेरा वचन अपना हृदय में संभाल, भूलना नहीं। ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. आइए अपने आपके आंख बुझारे प्रार्थना करें। ആമേൻ. നമ്മൾ ദൈവത്തിന്റെ ഉപദേശത്തെ മറക്കുന്നവരാണോ? हम परमेश्वर को आज्ञा को और भूलने वाला है नहीं है। ആമേൻ. ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തത് അത് നിവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? प्रतिज्ञा परमेश्वर ने दिया है, संपूर्णता में लाएगा नहीं लाएगा, तो क्या सोच समझते हैं? ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് ഉറപ്പോടുകൂടെ വിശ്വസിക്കാം, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. एक निर्णायक में आए स्मरण देके हमारा मसीह हमारा साथ कुछ वायदा बनाया, तो पूर्णता में आने का समय निकट है। നമുക്ക് ദൈവസനയിൽ വിശ്വസ്തരായി നിൽക്കാം, ദൈവം നമ്മെ നിശ്ചയമായി അനുഗ്രഹിക്കും. हम विश्वास योग्य रहे,
परमेश्वर जरूर हम जीने देंगे। ആമേൻ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. परमेश्वर के हाथों में समर्पण करे, प्रार्थना करे। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു. हे स्वर्गीय परम पिता, सुंदर समय के लिए धन्यवाद। तेरी हाथों में समर्पण कर देता है। ഇന്ന് പകൽക്കാലം ആമേൻ വചനം ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. आज सुबह ही वक्त तेरी वचन चितावरी हमारे और पहुंचाया, इसी कारण में हम धन्यवाद देता है। വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. वचन सुना हुआ सबों को तेरी हाथ में समर्पण कर देते हुए प्रार्थना करते हैं। ഞങ്ങൾ അവിടുത്തെ ഉപദേശത്തെ മറക്കാതെ കൽപ്പനകളെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകും. तूने हमारा ऊपर सौंपा हुआ आज्ञा जो मानते हुए आज्ञाकारी होकर जीने दे, प्रभु के हाथों में समर्पण कर देता है। ഇന്ന് പകൽക്കാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. आज सुबह ही वक्त पिता पुत्र पवित्र आत्मा के नाम में समर्पण करते हुए प्रार्थना करते हैं। അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. हमारा प्रार्थना सुना, इसलिए यीशु मसीह की अधिकार के नाम में ആമേൻ. आमेन 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 आमेन। താങ്ക് യു.